ഹലോ ഗായ്സ്, അപ്പം ഇന്ന് കുറച്ച് മാറ്റമാണ്. ഞാൻ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ ഇവിടെ അടുക്കളയിൽ നല്ല പൊക്കവട ഉണ്ടാക്കുന്നുണ്ട് ചൂടോടെ. പിന്നെ അച്ഛനും അമ്മയും പുറത്ത് കുറച്ച് പണിയിലാണ്. പിന്നെ ഞാനൊരാളെ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അടിയിലൊന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്പൂട്ടിയാണ്. അമ്പൂട്ടി ഇന്നത്തെ വ്ളോഗിലെ മെയിനാണ്. അപ്പം അമ്പൂട്ടീനെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം അമ്പൂട്ടി ടാറ്റയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അമ്പൂട്ടി ആ വെള്ളം അനങ്ങുന്നത് നോക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി നല്ല മഴയാണ്. അപ്പോൾ അമ്മയും അച്ഛനും അവിടെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ കുട്ടൂരുടെ അടുത്തൊക്കെ പോയി. കുട്ടു ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി നല്ല സുന്ദരമായിട്ട് വന്നേക്കുവാണ്. അവനിങ്ങനെ ഒരു ഇൻഫെക്ഷൻ പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മമ്മയുടെ പൂന്തോട്ടം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴ ആയതുകൊണ്ട് കുറേ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതൊരു മിനി വ്ലോഗ് എന്ന് പറഞ്ഞൊരു പൂന്തോട്ടം റിവ്യൂ ആയി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ തെച്ചി, മന്ദാരം, കൊന്നപ്പൂവ്, പിന്നെ വീണ്ടും തെച്ചി, മന്ദാരം, പിന്നെ ആ തെച്ചീൻ്റെ സീഡാണ് കേട്ടോ ഞാൻ ഒടിച്ച് പറിച്ചത്. അപ്പം അതിലിനിയും സീഡുണ്ട്. പിന്നെ നമ്പ്യാർവട്ടം ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തരാനാണ് ഞാൻ ഈ കൊണ്ടുപോകുന്നത് കേട്ടോ നിങ്ങളെ. മുകളിൽ ആകാശം ഇരുണ്ടുണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്പ്യാർവട്ടത്തിൻ്റെത്, പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ പൂക്കൾ, പിന്നെ അതിനകത്ത് കണ്ട തെച്ചി, ബുഷ്, മന്ദാരം, അതൊക്കെ ഉണ്ട്. ഈ മുല്ലപ്പൂവിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഈ മുല്ലപ്പൂ നമ്മുടെ താഴെ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ താഴേക്ക് ഇറങ്ങി പോയത്. ഇന്ന് രാവിലെയാണ് ഞാനത് കാണുന്നത് കേട്ടോ. ആക്ച്വലി അമ്മച്ചന് അമ്മമ്മ അടിച്ചു വരുന്ന സമയത്ത് പറിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അമ്മച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ സീതപ്പഴം. പക്ഷേ ഇതിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞു പോയിട്ട് ഇതെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2-3 പൂക്കൾ ഞാൻ കണ്ടു. അങ്ങനെ ഉള്ളിൽ കയറി ചെന്നപ്പോഴാണ് ഫുൾ അതിൽ പൂക്കളുണ്ട് കേട്ടോ. പക്ഷെ ഒരു കൊമ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ട്, അത് കരിഞ്ഞു പോയതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആകാശം നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. നല്ല കരിഞ്ഞുണങ്ങി വരണ്ട് നിൽക്കുകയാണ്. എപ്പോൾ മഴ പെയ്യും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുട്ടീൻ്റെ അടുത്തൊക്കെ ഇവിടെ പോയി. പിന്നെ അമ്മമ്മ ഉണ്ടാക്കിയ പൊക്കവട നല്ല സോസും കൂട്ടി അടിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊക്കവട. എന്നുവെച്ചാൽ ആദ്യമൊന്നും ഞാൻ പൊക്കവട കഴിക്കില്ലായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ മാവ് മാത്രമേ കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉള്ളിയും അതൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കും. പിന്നെ ഞങ്ങൾ അമ്പൂട്ടിയായിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് ഞാനും അമ്പൂട്ടിയും ഒരു പുതപ്പ് കിട്ടി ഇറങ്ങാൻ നല്ല രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ഇതേപോലെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും